എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ CPAS അതായത് സെൻട്രൽ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ, അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 16-ാം തീയതി വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ CPASന്റെ ആ ഒരു വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് cpasadmissions.com എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ്സ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2500 പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ടുള്ള 40 രൂപയാണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു UG കോഴ്സസിലേക്കുള്ള അപേക്ഷകൾ നൽകുന്നതിനായിട്ട് 800 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്ന ഫീസ്. അതുപോലെ ട്രാൻസാക്ഷൻ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ് ഫീസ് വരിക. SC ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് വരുന്നത് 400 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ആദ്യം തന്നെ ലോഗിൻ ചെയ്ത ശേഷമാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ, അതായത് ആദ്യം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു പേജിൽ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രോസ്പെക്ടസിൽ ഓരോ കോഴ്സിൻ്റെ ഫീസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോളേജിൽ എത്ര സീറ്റാണുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു CPASന് കീഴിലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലുമുള്ള കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചത് കൊണ്ട് തന്നെ അതത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ടോട്ടൽ 96 പേജാണ് ഈ ഒരു പ്രോസ്പെക്ടസ് ഉള്ളത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കും, അതായത് ഈ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിലുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് BSc നഴ്സിംഗ്, BSc MLT, BPT, അതായത് BPT എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിസിയോതെറാപ്പിയാണ്. അതുപോലെ തന്നെ BSc മെഡിക്കൽ മൈക്രോബയോളജി, BPharm ലാറ്ററൽ എൻട്രി ടു സെക്കൻഡ് ഇയർ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. അപേക്ഷ നൽകുന്നതിനായിട്ട്, അതായത് BSc നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഈ ഒരു +2-വിൽ നിങ്ങൾക്ക് 50% മാർക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CPASലെ സീറ്റിൽ 50% ഗവൺമെൻറ് ആണ്, അതായത് LBS ആണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ബാക്കി 50% സീറ്റ് ഈ ഒരു CPAS വഴി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ആ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഓർഡേഴ്സിനനുസരിച്ചാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു LBS, അതായത് CPAS വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോളേജുകൾ, അതായത് ഈ ഒരു CPASന് കീഴിലുള്ള സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഗാന്ധിനഗർ, അതുപോലെ തന്നെ പുതുപ്പള്ളി, അതുപോലെ പാല, പത്തനംതിട്ട, അതുപോലെ തന്നെ മണിമലക്കുന്ന്, അതുപോലെ തന്നെ കൂത്താട്ടുകുളം, അതുപോലെ തന്നെ നെടുങ്കണ്ടം, അതുപോലെ തന്നെ അതായത് ഇത്രയും ആ ഒരു കോളേജുകളിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് LBSും അതുപോലെ തന്നെ CPASും നടത്തുന്നത്. അതായത് ആ ഒരു കോളേജുകളിലെ 50% അനുപാതത്തിലാണ്, അതായത് 50% CPASും 50% സീറ്റ് ഗവൺമെൻറ്റുമാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബാക്കിയുള്ള ഈ ഒരു കൊട്ടാരക്കര, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി, സീതാത്തോട് ഇവിടങ്ങളിലുള്ള കോളേജുകളിലെ സീറ്റുകളിലേക്ക് ഗവൺമെൻറ്റാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ടോട്ടൽ, അതായത് ഈ ഒരു കോളേജ് നോക്കുന്ന സമയത്ത് ഈ ഒരു CPAS വഴി നിങ്ങൾക്ക് 25 വീതം സീറ്റുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ അതായത് ഒരു കോളേജിൽ 20 സീറ്റും അതുപോലെ തന്നെ ഒരു കോളേജിൽ 30 സീറ്റുമാണുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ 50% സീറ്റിലേക്കാണ് ഈ ഒരു CPAS വഴി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഫീ ഇനത്തിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സാധാരണ ജനറൽ കാറ്റഗറി വിഭാഗക്കാർക്ക് അഡ്മിഷൻ ഫീസ് 1000 രൂപ. അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ആണ്. അതായത് കോഴ്സ് 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. 10000 രൂപയാണ് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അടക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്ലിനിക്കൽ അഫിലിയേഷൻ ഫീസ് 2000, അതുപോലെ കൺസ്യൂമബിൾ, അതുപോലെ സ്റ്റേഷനറി എന്നിവയ്ക്ക് 3000, ഫീ ഫോർ ID കാർഡ്, അതായത് ID കാർഡിനുള്ള ഫീസ് 300, ലാബ് ആൻഡ് ലൈബ്രറി ഫീസ് 2000, അതുപോലെ മെഡിക്കൽ ചെക്കപ്പ് ആൻഡ് വാക്സിനേഷൻ ഫീസ് 2000, അതുപോലെ റീക്രിയേഷൻ ആൻഡ് സ്പോർട്സ് ഫീസ് എന്ന് പറയുന്നത് 3000 ട്രാൻസ്പോർട്ടേഷൻ 7000, ട്രാൻസ്പോർട്ടേഷൻ ഒരു വർഷം വരുന്നത് 7000 രൂപയാണ്. അതുപോലെ തന്നെ ടോട്ടൽ ഈ ഒരു സ്പെഷ്യൽ ഫീസ് വരുന്നത് 30,300 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഈ ഒരു ട്യൂഷൻ ഫീ ഇനത്തിൽ നിങ്ങൾക്ക് ഈ ഒരു 83,225 രൂപയാണ് ഫീസ് വരിക. അതായത് ടോട്ടൽ നിങ്ങൾക്ക് ആദ്യ വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു 1,13,325 രൂപയാണ് ഫീസായിട്ട് വരിക. സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ്, അതായത് ഈ ഒരു സ്പെഷ്യൽ ഫീസിൽ നിന്നും ആ ഒരു അഡ്മിഷൻ ഫീസും അതുപോലെ കോഷൻ ഡെപ്പോസിറ്റും കുറച്ചുള്ള ഫീസാണ് വരിക. ബാക്കി 19,300 രൂപയാണ് ഫീസ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ട്യൂഷൻ ഫീസിൽ ചേഞ്ച് ഒന്നുമില്ല, അത് 83,025 രൂപയാണ്. ടോട്ടൽ 1,02,325 രൂപയാണ് ബാക്കിയുള്ള 3 വർഷങ്ങളും വരിക. അതായത് 1,02,325 രൂപയാണ് ഈ ഒരു 2ാം വർഷം മുതൽ നിങ്ങൾക്ക് 4ാം വർഷം വരെ വരുന്ന ഫീസായിട്ട് വരുന്നത്. ഇനി NRI കോട്ടയിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് ട്യൂഷൻ ഫീ ഇനത്തിൽ വരുന്നതാണ്. ഏകദേശം 95,000 രൂപയാണ് നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ഇനത്തിൽ മാത്രം ഒരു വർഷം വരുന്ന ഫീസ്. അപ്പോൾ ഇതിനോടൊപ്പം ആദ്യ വർഷം സ്പെഷ്യൽ ഫീസായിട്ട് 30,300 രൂപ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1,24,850 രൂപയാണ് ആദ്യ വർഷത്തെ ഫീസ് വരിക.
രണ്ടാം വർഷം മുതൽ ഈ ഒരു അഡ്മിഷൻ ഫീസും അതുപോലെ കോഷൻ ഡെപ്പോസിറ്റും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്പെഷ്യൽ ഫീസ് 19,300 രൂപയും അതുപോലെ തന്നെ 95,000 രൂപയുമാണ് വരിക. ടോട്ടൽ 1,12,880 രൂപയാണ് ഫീസായിട്ട് അടുത്ത ബാക്കിയുള്ള 2 വർഷങ്ങളിലേക്കും നിങ്ങൾക്ക്, അതായത് 2 വർഷമല്ല 3 വർഷത്തേക്ക് വരുന്ന ഫീസ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫീസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് ആദ്യ വർഷം നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 1,13,325 രൂപയും, രണ്ടാം വർഷം മുതൽ 1,02,325 രൂപയും, അതുപോലെ തന്നെ NRI കോട്ടയിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷം 1,24,850 രൂപയും, രണ്ടാം വർഷം മുതൽ 11 അതായത് 1,12,850 രൂപയുമാണ് നിങ്ങൾക്ക് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് SC ST കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ അതുപോലെ OEC കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ ആണ്, അതായത് SC ST OEC കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു പൈസ തിരികെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ 11,000 രൂപയാണ് നിങ്ങൾക്ക് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർ തൊട്ട് ഫീസ് പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൽ റീഫണ്ടിനായിട്ടുള്ള പ്രത്യേകം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക്, അതായത് ഈ ഒരു അഡ്മിഷന് മുമ്പ് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്, അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ അഡ്മിഷൻ നേടി അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സ് വേണ്ട വേറെ എന്തെങ്കിലും പഠിക്കാമെന്ന് കരുതി പോകുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ ഒരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നൽകിയ ഫീസ് മുഴുവൻ റീഫണ്ടായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അതേസമയം നിങ്ങൾ കോഴ്സ്, അതായത് ഈ ഒരു അഡ്മിഷനൊക്കെ അവസാനിച്ച ശേഷമാണ് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ആദ്യത്തേതെന്ന് പറയുന്നത് അഡ്മിഷന് മുമ്പ് നിങ്ങൾ, അതായത് അഡ്മിഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫീസ് തിരികെ റീഫണ്ടായിട്ട് ഫുള്ളായിട്ട് തിരിച്ചു കിട്ടും. അതേസമയം നിങ്ങൾ ഈ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നു, അതായത് ഈ ഒരു ആദ്യം കണ്ടിന്യൂ ചെയ്തു പിന്നീട് ആ ഒരു കോഴ്സിൻ്റെ, അതായത് അഡ്മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പെനാൽറ്റി ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എത്ര രൂപയാണ് പെനാൽറ്റി ഫീസ് എന്നത് പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക്, അതായത് റിമൈനിങ് ഇയേഴ്സിലുള്ള ഫീസ് നിങ്ങൾ അതായത് ലിക്വിഡേറ്റ് ഡാമേജ് ആയിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ CPAS വഴി അഡ്മിഷൻ നേടിയിട്ട് നിങ്ങൾക്ക് ആദ്യം, അതായത് അഡ്മിഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നൽകിയ പൈസ മുഴുവൻ റീഫണ്ടായിട്ട് തിരിച്ചു തരും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തു, അതായത് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് അവസാനിച്ച ശേഷമാണ് നിങ്ങൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ പിന്നീട് ആ ഒരു സീറ്റിലേക്ക് മറ്റൊരു വിദ്യാർത്ഥിക്ക് അവസരം കിട്ടുന്നതല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ബാക്കി വരുന്ന 3 വർഷത്തെ ഫീസ്, അതായത് ഒരു വർഷം നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ SC ST OEC കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം 1,00,000 സംതിങ് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3,00,000-ലധികം ഫീസാണ് ബാക്കിയുള്ള 2 തൊട്ട് 3, അതായത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അതുപോലെ തന്നെ ഫോർത്ത് ഇയറിൽ വരുന്ന ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ ഈ ഒരു ലിക്വിഡേറ്റ് ഡാമേജ് ആയിട്ട്, അതായത് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ് സീറ്റാണെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞ പ്രകാരമുള്ള നഷ്ടപരിഹാരം മാത്രമാണ് നൽകേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾ അടക്കുന്ന കോഷൻ ഡെപ്പോസിറ്റ് അത് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് തിരിച്ചു തരുന്നത്. ഇല്ലെങ്കിൽ അതിൽ നിങ്ങൾ എന്തെങ്കിലും ഫീസ് അടക്കാനോ മറ്റോ ബാക്കിയുണ്ടെങ്കിൽ അതിൽ ആ ഒരു കോഷൻ ഡെപ്പോസിറ്റിൽ നിന്നും അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. BSc MLT, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ആ ഒരു കോഴ്സിൽ ടോട്ടൽ 4 കോളേജിലാണ് ആ ഒരു കോഴ്സ് വന്നിട്ടുള്ളത്. അതുപോലെ 3 കോളേജിൽ 30 വീതം സീറ്റും 1 കോളേജിൽ 40 സീറ്റുമാണുള്ളത്. അതിൻ്റെ ആ ഒരു സീറ്റുകളുടെ പകുതി ഗവൺമെൻറ്റും അതുപോലെ തന്നെ പകുതി CPAS വഴിയുമാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് ഫീസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1,20,000 രൂപയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ മുതൽ 1,07,500 രൂപയാണ് ബാക്കിയുള്ള 3 വർഷത്തേക്ക് വരിക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അത്രയുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ NRI സീറ്റ് ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡോളേഴ്സിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആകെ 12,000 രൂപയാണ് ആ ഒരു കോഴ്സിനായിട്ട് ഫീസ് വരുന്നത്. ഇനി അടുത്തതായിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് BPT ആണ്, അതായത് ഒരു ഫിസിയോതെറാപ്പിയാണ്. ഈ ആകെ 2 സെൻറ്റേഴ്സിലാണ് ഇത് സീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിനഗറിലും അങ്കമാലിയുമാണ്. അപ്പോൾ 40 വീതം സീറ്റാണുള്ളത്. അതിൻ്റെ 50% ഗവൺമെൻറ്റും 50% CPAS വഴിയുമാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 1,07,450 രൂപയാണ് ഫീസ് വരിക ആദ്യ വർഷത്തിൽ. രണ്ടാം വർഷം മുതൽ നിങ്ങൾക്ക് 1,03,150 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഈ ഒരു SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ആകെ വരുന്നത് 12,000 രൂപ മാത്രമാണ്. ഇനി അടുത്തത് BSc മെഡിക്കൽ മൈക്രോബയോളജി ആണ്. അപ്പോൾ ഇതിൽ ആകെ ഒരു കോളേജാണ് വരുന്നത്, ഗാന്ധിനഗറിലുള്ളത്. അപ്പോൾ അതിൽ 45 സീറ്റാണ് വരുന്നത്. അത് മുഴുവൻ CPAS ആണ്. ഈ ഒരു BSc മെഡിക്കൽ മൈക്രോബയോളജി കോഴ്സ്, അതായത് ആ ഒരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ആകെ 45 സീറ്റാണുള്ളത്. അവിടെ ജനറൽ കാറ്റഗറിക്ക് ആദ്യ വർഷം 76,200 രൂപയും രണ്ടാം വർഷം മുതൽ 64,400 രൂപയും വരുന്നത്. അതുപോലെ തന്നെ തേർഡ് ഇയറിൽ അവിടെ ഫീസ് ചേഞ്ച് വന്നിട്ടുണ്ട്, 79,400 രൂപയും. പിന്നീട് അടുത്ത ഫോർത്ത് ഇയറിൽ, അത് 4ാം വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത് 74,400 രൂപയുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു
ടോട്ടൽ സ്പെഷ്യൽ ഫീസിൽ ആ ഒരു ഫീസ് വന്നിട്ടുണ്ട്. അതായത് മിസെലീനിയസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫീസ് 1000 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഫീസ് വരുന്നത് അതായത് ഈ ഒരു ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഫീ എന്ന ഇനത്തിലാണ് ആ ഒരു ഫീസ് എക്സ്ട്രാ അതായത് കൂടിയിട്ടുള്ളത്. ഈ ഒരു ആദ്യ വർഷം അതിന് ഫീസ് വരുന്നില്ലെങ്കിൽ പിന്നീട് 2ാം വർഷം 5000, 3ാം വർഷം 10000, അതുപോലെ തന്നെ 4ാം വർഷം 15000 രൂപ എന്നിങ്ങനെ ഫീസ് വന്നതുകൊണ്ടാണ് ആ ഒരു ഫീസിൽ ചേഞ്ച് വന്നിട്ടുള്ളത്. SC/ST OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 12000 രൂപ തന്നെയാണ് ഫീസ് വരുന്നത്. ഇനി BPharm കോഴ്സ് ആണെങ്കിൽ BPharm കോഴ്സിലേക്ക് ആകെ 2 കോളേജിലാണ് BPharm കോഴ്സ് വരുന്നത്. അതായത് ഈ ഒരു ചെറുവണ്ടൂർ അതുപോലെ തന്നെ പുതുപ്പള്ളി എന്നിവിടങ്ങളിലെ സെൻറ്റേഴ്സിലാണ് 60% സീറ്റുകളാണ് BPharm കോഴ്സിനുള്ളത്. അപ്പോൾ BPharm കോഴ്സിൽ ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് നടത്തുന്നത് അതായത് ഈ ഒരു 30% സീറ്റുകളിലേക്കാണ്. അതുപോലെ തന്നെ CPAS 30% സീറ്റുകളിലേക്കാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. BPharm കോഴ്സിന് നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു CPAS വഴി അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ആകെ ആദ്യ വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1,35,500 രൂപയാണ് ഫീസായിട്ട് വരിക. 2ാം വർഷം മുതൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് 1,23,500 രൂപയും അതുപോലെ തന്നെ നിങ്ങൾക്ക് 3ാം വർഷം വരുന്ന ഫീസ് 1,23,500 രൂപയും 4ാം വർഷം എക്സ്ട്രാ അതിനോടൊപ്പം ഫീസ് വരുന്നുണ്ട്. അതായത് 1,34,500 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾക്ക് വരുന്നത് പ്രൊജക്റ്റിൻ്റെ ഫീസ് 10,000 രൂപ അതിനോടൊപ്പം എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ഫീസ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഫീസ് ഇനത്തിൽ 1000 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. SC/ST കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 12,000 രൂപ, അതുപോലെ OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 12,000 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് BPharm ലാറ്ററൽ എൻട്രി കോഴ്സാണ്. അപ്പോൾ ആകെ വരുന്ന സീറ്റ് 6 സീറ്റാണ്. അതുപോലെ എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിലുള്ള സീറ്റ് അതിനോടൊപ്പം ആഡായിട്ട് വരും. അപ്പോൾ ഈ ഒരു BPharm ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ ഒരു DPharm ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു ലാറ്ററൽ എൻട്രിയിലേക്ക് പ്രവേശനം നേടുന്നതിനായിട്ടുള്ള അവസരം ഉള്ളത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയോടൊപ്പം അയക്കേണ്ട ഡീറ്റെയിൽസ്, അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ അയക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ അയക്കണം എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏകദേശം അതായത് 36 എന്നുള്ള ആ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അതായത് പേജിൻ്റെ നമ്പർ പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേജ് ആ ഒരു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പേജ് കറക്റ്റായിട്ട് ലഭിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജ് നമ്പർ നിങ്ങൾക്ക് ഒരു 36 എന്ന് കാണിക്കുമ്പോഴാണ് ഈ ഒരു ഭാഗം കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് അഡ്മിഷന് അപ്ലൈ ചെയ്ത ശേഷം അതായത് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു CPASലേക്ക് അയക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അയക്കുന്ന ചില ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചില ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ ഈ ഒരു അതായത് അതോറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ കൊണ്ട് അതായത് ഗസ്റ്റഡ് ഓഫീസേഴ്സിനെ കൊണ്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഓൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റഡ് ഷുഡ് ബി പ്രോപ്പർലി ഫിൽഡ് ഇൻ ആൻഡ് സൈൻഡ് ബൈ ദ കോമ്പറ്റൻസ് അതോറിറ്റി ആൻഡ് അഫിക്സഡ് ഓഫീസ് സീൽ അറ്റ് സ്പെസിഫൈഡ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോപ്പീസ് ഓഫ് ദ ഓൾ സർട്ടിഫിക്കറ്റ് എൻക്ലോഷർ ഷുഡ് ബി സെൽഫ് അറ്റസ്റ്റഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അതായത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഡോക്യുമെൻ്റൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ജൂൺ 16-ാം തീയതിക്കുള്ളിൽ അത് എഡിറ്റ് ചെയ്യാനും അവസരമുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് CPAS നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയോ മറ്റോ അറിയിക്കുന്നതായിരിക്കില്ല. നിങ്ങൾ തന്നെ അതെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് നൽകേണ്ടതാണ്. തെറ്റുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നൽകുന്ന മാർക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും നിങ്ങൾ തന്നെയാണ് ഈ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ 4ാമതായിട്ടുള്ള ആ ഒരു പോയിന്റ്സ് ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ